അവിടെ നിന്നേ. എന്താ ദീപക്കെ? എനിക്കേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ എന്നാ നീ സംസാരിക്ക്. അതിന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഇത്ര മസിൽ പിടിച്ച് നിക്കണോ? കാര്യം പറഞ്ഞാ പോരെ? തടഞ്ഞു നിർത്തി സംസാരിച്ചാലെന്താ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ എന്താ ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിനക്ക് പഴയതിനേക്കാളും കുറച്ചു മുമ്പ് കൂടിയിട്ടുണ്ടല്ലോ രാജു. അതൊക്കെ നിന്റെ തോന്നലാ ദീപക്കെ. ഞാൻ അന്നും ഇന്നും ഒരുപോലെ. ഏയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. നീയെല്ലാം ഒറ്റയ്ക്ക് തിന്നാനുള്ള പ്ലാനിലാണല്ലേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിനക്കെന്താ വെളിവില്ലേ? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? നീ പകലും കള്ളുകൂടി തുടങ്ങിയോ? ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ നല്ല നോർമലായിട്ടാ നിൽക്കുന്നത്. പറയാനുള്ളത് പറയുമ്പോ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്നും എന്നെ കള്ളുകൂടിയനാക്കുന്നതാണല്ലോ ഇവിടെ എല്ലാവരുടെയും ശീലം. രാജു, എന്താ രാജു, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല മാഡം. ദീപക്കിനെന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന്. എന്താ ദീപക്? അത് ഞാൻ ഇവനോട് പറഞ്ഞോളാം. എങ്കി നീ പറയേ. കുറെ നേരം ആയല്ലോ, സമയം പോന്നു. എനിക്ക് വീട്ടിൽ പോണതാ. നീ ഒരു അവസരം കിട്ടിയപ്പോഴേ എല്ലാം കൊണ്ടുപോയി ഒറ്റയ്ക്ക് തിന്നാന്ന് വിചാരിച്ചോ? അപ്പൊ നിന്റെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നല്ലേ? നീ എന്താ ഈ പറയുന്നേ? ഞാനിവിടെ വർമ്മ സാറിന്റെ സ്വത്തുക്കൾ കണ്ടാണ് നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി ദീപകെ. നിനക്കേ ഭ്രാന്ത. നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടി ഞാനും ഇവിടെ ഉള്ളവരൊക്കെ നിന്റെ ശത്രുക്കളാണെന്ന് നീ വെറുതെ വിചാരിക്കുന്ന. ശരിക്കും നിനക്ക് ഈ പണത്തിനോട് സ്വത്തുക്കളോടും ഒക്കെ ആസക്തി. അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. വാ മേഡം. നിന്റെ പ്ലാൻ ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോ നീ എങ്ങനെ തെന്നി മാറാനൊന്നും നോക്കണ്ട. ഈ ദീപക് ഇവിടെ ഉള്ളപ്പോ നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ നിന്റെ പണി നോക്ക. മേഡം വാ. പണ്ട് അമ്മാവന്റെ കയ്യിലേക്ക് ഉടവാള് കൈമാറിയപ്പോ അമ്മാവനെ എല്ലാ സ്വത്തുക്കളുടെ അവകാശിയായതുപോലെ ഇപ്പൊ രാജുവും ഉടവാള് സ്വീകരിച്ച് അവകാശിയാവുന്നൊരവസരം വന്നപ്പോ നൈസായിട്ട് വാളും വാങ്ങി ഈ കുടുംബത്തിന്റെ തലപ്പത്ത് കയറി നിങ്ങൾ ഭരിക്കാന്നാ അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് അവൻ ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ എന്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നു. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. എല്ലാവരും വലിയ ആദർശമൊക്കെ പറയും. പക്ഷേ കണക്കില്ലാത്ത സ്വത്തുക്കള് കയ്യിലേക്ക് വരാൻ പോകുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാ രണ്ട് കൈയും നീട്ടി കണ്ണും അടച്ചങ്ങ് നിന്ന് കൊടുക്കും. പക്ഷെ ഈ ദീപക് ഇവിടെ ഉള്ളപ്പോ അങ്ങനെ കുടുംബത്തിലെ സ്വത്തുക്കള് നിന്റെ കയ്യിലേക്ക് വരുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. ഈ സ്വത്ത് അനുഭവിക്കാനായി ഒരുത്തൻ ജനിച്ചിട്ടുണ്ടെങ്കിലേ അത് ഈ അംബികയുടെ മകൻ ദീപക്കായിരിക്കും. ദീപക് മാത്രമായിരിക്കും. വേണ്ട. ഈ മോളുടെ മുഖം നോക്കിയാൽ തന്നെ എനിക്കെല്ലാം മനസ്സിലാവും. സുഖസൗകര്യങ്ങൾക്കിടയിൽ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് പിറന്ന മോളാണ്. ചെറുപ്പത്തിൽ തന്നെ ഒരാളെ പിരിയേണ്ടി വന്നു. അയാള് മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടാൻ മോള് തയ്യാറായിക്കും. അല്ല പോവാണ്. ആ, ലക്ഷണവും രേഖയും പറയുന്നതിന് ഞങ്ങൾക്കൊരു കണക്കുണ്ട്. ഇന്ന് ഇത്രയും പറഞ്ഞാ മതിയെന്ന കുലദൈവം അറിയിച്ചിരിക്കുന്നത്. ഞാൻ മടങ്ങുക. ഈ വഴിക്ക് ഇനി ഒരിക്കൽ വരുമ്പോ തീർച്ചയായും ഞാൻ ഈ വീട്ടിൽ വരാം. രാജു ദക്ഷിണ കൊടുക്കണം. വേണ്ട, ദക്ഷിണയൊന്നും വേണ്ട.
എന്ത് സംഭവിച്ചാലും മോള് ഈ താലിയില് ഒരു കൈകൊണ്ട് മുറുക്കെ പിടിച്ചോളണം. വിവാഹം കഴിച്ചെന്ന് അവര് നമ്മളോട് നുണ പറഞ്ഞതാ. എന്തിനാ അവരെന്തിന് നമ്മളോട് ഇങ്ങനെ ഒരു നുണ പറയണം? രാസേ, നീ ബഹളം വെക്കാതെ. അകത്തവരുണ്ട്. നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയെങ്ങനെയാ? സമാധാനപ്പെട്. ഈശ്വര, നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? പിന്നെന്താ എന്നോട് ഇതെല്ലാം ഇത്ര നാളും പറയാത്തത്? എന്നോട് പറഞ്ഞതല്ല, ഞാൻ അവരുടെ നാവിൽ നിന്ന് തന്നെ കേട്ടതാ. ഇക്കാര്യം എനിക്ക് മാത്രമല്ല, അംബികാമാർത്തിനും ദീപക്കിനും, എന്തിന് രമ്യക്ക് പോലും അവരുടെ വിവാഹം നടന്നതാണോ അല്ലയോ എന്ന് സംശയമുണ്ട്. ഈശ്വര, അവരെന്തിന് ഇങ്ങനെ ഒരു നുണ പറയണം? എങ്ങനെ അവർക്കിത് പറയാൻ തോന്നി? ഋതികമോൾ ആദ്യമായി രാജുവിന്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ പതിയെ പതിയെ ഞാൻ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി. ഇപ്പോ ഞാൻ എന്റെ 3 മക്കളെക്കാളും ഋതികമോളെ സ്നേഹിക്കുന്നുണ്ട്. പെട്ടെന്നിപ്പോ നിങ്ങൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോ എന്താ ഇതിന്റെ അർത്ഥം?